ഹരിപ്പാട് രാകേഷിൻ്റേത് കൊലപാതകം തന്നെ. മകന്റെ രക്തവും മുടിയും റോഡിൽ കണ്ടിട്ടും പ്രതികളെ സംരക്ഷിക്കുന്നത് രമേശ് ചെന്നിത്തലയാണെന്നും അമ്മ. ഹരിപ്പാട് രാകേഷ് തിരോധാനത്തിൽ നടന്നത് കൊലപാതകമെന്ന് അമ്മ രമ. പോലീസ് ആദ്യഘട്ടത്തിൽ അന്വേഷണം അട്ടിമറിച്ചുവെന്നും അമ്മ പറഞ്ഞു. മകന്റെ രക്തവും മുടിയും റോഡിൽ കണ്ടിട്ടും പോലീസ് ഗൗരവത്തിൽ അന്വേഷണം നടത്തിയില്ല. മിസ്സിംഗ് കേസെടുത്ത് അന്വേഷണം അട്ടിമറിച്ചുവെന്നും മകനെ കൊലപ്പെടുത്തിയത് കുമാരപുരം സ്വദേശിയും കൂട്ടാളിയും ചേർന്നാണെന്നും അമ്മ പറഞ്ഞു. കൊലപാതകത്തിന് കാരണം മുൻവൈരാഗ്യമാണെന്നും രാകേഷിനെ കൊലപ്പെടുത്തിയെന്ന് പലരോടും ഇവർ പറഞ്ഞിരുന്നതായും അമ്മ വ്യക്തമാക്കി. പ്രതികളെ സംരക്ഷിക്കുന്നത് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയാണെന്നും അമ്മ ആരോപിച്ചു. 2015 നവംബറിലാണ് കുമാരപുരം സ്വദേശി 25-കാരനായ രാജേഷിനെ കാണാതായത്. പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചെങ്കിലും 10 വർഷങ്ങൾക്കിപ്പുറം രാജേഷിന് എന്താണ് സംഭവിച്ചതെന്ന് കണ്ടെത്തിയിട്ടില്ല. കാണാതായതിന്റെ പിറ്റേ ദിവസം വീടിന് തൊട്ടടുത്ത റോഡിൽ തളം കെട്ടിക്കിടക്കുന്ന രക്തവും മുടിയും കണ്ടെത്തിയതോടെ രാജേഷിൻ്റേത് കൊലപാതകമാണെന്ന് കുടുംബവും നാട്ടുകാരും ആരോപിച്ചിരുന്നു. എന്നാൽ രാജേഷിന്റെ മൃതദേഹമോ അപായപ്പെടുത്തിയതിന് സാക്ഷികളോ തുടങ്ങി കൊലപാതകത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു തെളിവും പോലീസിന് ലഭിച്ചില്ല. ഇതോടെ അന്വേഷണം വഴിമുട്ടുകയായിരുന്നു. ഇതേസമയം രാകേഷിന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിനിടയിൽ ഹരിപ്പാട് സ്വദേശി കിഷോറിന്റെ വീട്ടിൽ നിന്ന് വൻ ആയുധശേഖരം പിടിച്ചെടുത്തു. മകന്റെ തിരോധാനം കൊലപാതകമാണെന്ന് ആരോപിച്ച് ഹരിപ്പാട് തമലക്കൽ പുത്തൻ വീട്ടിൽ രമ ഹരിപ്പാട് കോടതിയെ സമീപിച്ചതോടെയാണ് രാകേഷിന്റെ തിരോധാനത്തെക്കുറിച്ച് കുമാരപുരം പോലീസ് വീണ്ടും അന്വേഷണം ആരംഭിച്ചത്. പോലീസ് അന്വേഷണം തൃപ്തികരമല്ലെന്ന് ചൂണ്ടിക്കാട്ടി രമ ഹരിപ്പാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയെ സമീപിക്കുകയായിരുന്നു. ഹർജി പരിശോധിച്ച കോടതി കേസിന്റെ ഇതുവരെയുള്ള അന്വേഷണ പുരോഗതി വ്യക്തമാക്കുന്ന റിപ്പോർട്ട് അന്വേഷണ ഉദ്യോഗസ്ഥനിൽ നിന്ന് വിളിച്ചു വരുത്താൻ ഉത്തരവിട്ടു. തുടർന്ന് കിഷോറിന്റെ വീട്ടിൽ കുമാരപുരം പോലീസ് നടത്തിയ റെയ്ഡിൽ വിദേശ നിർമ്മിത തോക്ക്, 50 വെടിയുണ്ടകൾ ഉൾപ്പെടെ ആയുധശേഖരം പിടിച്ചെടുത്തു. കിഷോർ ഒളിവിലാണ്. കുറ്റാരോപിതരിൽ ഒരാളായ അജേഷിന്റെ ഭാര്യയുമായി രാകേഷിനുണ്ടായ അടുത്ത ബന്ധമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പ്രോസിക്യൂഷൻ വാദം. കിഷോർ ഉൾപ്പെടെ ഹർജിയിൽ പറയുന്ന എല്ലാവരും അടുത്ത ബന്ധം പുലർത്തുന്നവരാണ്. രാഷ്ട്രീയ സമ്മർദ്ദത്തിനുമേൽ ഒതുക്കി തീർത്തുവെന്ന് ആരോപിക്കപ്പെട്ട തിരോധാന കേസാണ് ഒടുവിൽ കൊലപാതകമെന്ന നിഗമനത്തിൽ വീണ്ടും വെളിച്ചം കാണുന്നത്.